നമ്മുടെ നാട്ടിലെ പല യുവരാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ പ്രാമുഖ്യം കൂടുതൽ നൽകുന്നത് പ്രായോഗികതയ്ക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചട്ടക്കൂടുകളോ ഇന്നലെ വരെ കൈക്കൊണ്ടുപോന്നിട്ടുള്ള നിലപാടുകളോ ഈ വിഷയത്തിൽ പ്രസക്തമല്ല. പലപ്പോഴും ഇവരുടെ പ്രായോഗികത എന്ന് പറയുന്നത് തന്നെ അധികാരത്തിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഇവരുടെ പ്രവണതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെ തങ്ങൾ പ്രതിനിധീകരിച്ച, തങ്ങളെ വളർത്തി വലുതാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞ് ഇവരിൽ പലരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പലപ്പോഴും മാറുവാറുള്ളത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരു സാധാരണമായിട്ടുള്ള കാഴ്ചയായി ഇന്ന് മാറിയിരിക്കുന്നു എന്നതും വസ്തുതയാണ്. പലപ്പോഴും ഇത്തരം ചുവടുമാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. അതും ഒരു ചുവടുമാറ്റത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്. CPM രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് UDF പാളയത്തിലേക്ക് ചുവടുമാറുവാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ നേതാവിൻ്റെ പേരും റിപ്പോർട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ലെറ്റർ എന്ന ഓൺലൈൻ വാർത്താ മാധ്യമമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. CPMൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ മുഖമായിട്ടുള്ള AM ഷംസീർ എന്ന മുൻ സ്പീക്കർ UDF പാളയത്തിലേക്ക് ചുവടുമാറുന്നു എന്നാണ് ന്യൂസ് ലെറ്ററിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി AM ഷംസീറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം SFIയിലൂടെ ഉയർന്നു വന്ന് DYFIയുടെ നേതൃനിരയിലെത്തി അതിനുശേഷം CPM രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറിയ വ്യക്തിയാണ്. 1998 കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ആദ്യ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടിയാണ് CPM രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ CPMൻ്റെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം SFIയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ, SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ, SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലകളിലും AM ഷംസീർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം DYFIയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷ പദവിയിലേക്കും എത്തി. AM ഷംസീറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AM ഷംസീർ എന്ന യുവ നേതാവിന് അന്ന് വടകര മണ്ഡലത്തിൽ നിന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ആ പോരാട്ടത്തിൽ ഷംസീർ 4000-ൽ പരം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെട്ടു പോയത്. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന സാഹചര്യത്തിൽ, അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയ കോടിയേരി ബാലകൃഷ്ണൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന സാഹചര്യത്തിൽ കോടിയേരിയുടെ പിൻഗാമിയായി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോടിയേരിയുടെ മണ്ഡലമായ തലശ്ശേരിയിൽ നിന്ന് ഷംസീർ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുകയും വിജയിച്ചു കയറുകയും ചെയ്യുന്നു. പിന്നീട് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ് ഷംസീർ മത്സരിച്ചതും വിജയിച്ചതും. ഷംസീർ മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്നാണ് ആ ഘട്ടത്തിൽ അദ്ദേഹവും കോടിയേരി ബാലകൃഷ്ണനുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷ മുഖം എന്ന നിലയിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മകളുടെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയുടെ ഭാഗമാക്കിയതോടെ ഷംസീറിൻ്റെ സാധ്യതകൾ ഇല്ലാതാകുകയായിരുന്നു. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ്റെ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് പിണറായി വിജയൻ MP രാജേഷിനെ മന്ത്രിസഭയുടെ ഭാഗമാക്കിക്കൊണ്ട് AM ഷംസീറിനെ സ്പീക്കർ പദവിയിലേക്ക് നിയോഗിച്ചത്. 2022 മുതൽ പിണറായി മന്ത്രിസഭയുടെ അവസാനം വരെ, അതായത് 2026 വരെ AM ഷംസീർ കേരള നിയമസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഷംസീറിനെ സംബന്ധിച്ച് പറയുമ്പോൾ CPMൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ വിഘാതമായത് മുഹമ്മദ് റിയാസിന് ലഭിക്കുന്ന പ്രാമുഖ്യമാണ്. പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് തുടരുന്നിടത്തോളം ഷംസീർ മുസ്ലിം ന്യൂനപക്ഷ മുഖമെന്ന നിലയിൽ CPMൽ വലിയ പരിഗണന കിട്ടപ്പെടാതെ പോകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നതും മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യം മൂലമാണ്. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് പലർക്കും 2 ടേം മാനദണ്ഡത്തിൽ ഇളവ് നൽകിയിട്ടും തനിക്ക് മത്സരിക്കുവാൻ അവസരം ലഭിക്കാതിരുന്നത് പിണറായിയുടെ ഇത്തരം സ്വാർത്ഥ താല്പര്യം കൊണ്ടാണെന്ന് AM ഷംസീർ ആത്മാർത്ഥമായി വിശ്വസിക്കുവാനും ഇടയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞാലി അനുസ്മരണ വേദിയിൽ വെച്ച് CPMനെതിരെ ഒരു ആത്മവിമർശനം എന്ന നിലയിൽ ഷംസീർ പറഞ്ഞിട്ടുള്ള വാക്കുകളും ഏറെ വൈറലായിരുന്നു. ഷംസീർ പാർട്ടിയോട് അകലുകയാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനകളായിട്ടാണ് ഇതിനെയെല്ലാം വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബവുമായി ഇപ്പോഴും ആത്മബന്ധം പുലർത്തുന്ന AM ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം കോടിയേരിയോട് പാർട്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം കാണിച്ചത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പാർട്ടി കാണിച്ചത് വലിയ അവഗണനയാണ് എന്ന വികാരം അദ്ദേഹം തന്നെ പലപ്പോഴും അടുത്ത വൃത്തങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഷംസീർ എന്ന നേതാവ് ഇപ്പോൾ UDFലേക്ക് ചുവടുമാറുവാനുള്ള സാധ്യതകൾ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല.
ഏതൊക്കെയാണെങ്കിലും ഈ സമൂഹമാധ്യമ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് UDF പാളയത്തിലേക്ക് ഷംസീർ എത്തുവാൻ പോകുന്നത് മുസ്ലിം ലീഗിലൂടെയാണെന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ലീഗിനു വേണ്ടി ഷംസീറിനെ സ്വീകരിക്കുവാൻ പോകുന്നത്, ലീഗിനു വേണ്ടി ഷംസീറിന് അംഗത്വം നൽകുവാൻ പോകുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് ഒരിക്കലും സംഭവിക്കുവാനിടയില്ല. ലീഗിൻ്റെ വ്യവസ്ഥാപിതമായ രീതി അനുസരിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്ന സംസ്ഥാന അധ്യക്ഷൻ തന്നെയായിരിക്കും. ഷംസീർ UDF പാളയത്തിലേക്ക് എത്തുവാൻ പോകുകയാണെങ്കിൽ, ലീഗിൽ അംഗത്വം എടുക്കുവാൻ പോകുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ പോകുന്നത്. ഏതൊക്കെയാണെങ്കിലും ഷംസീർ UDF പാളയത്തിലേക്ക് എത്തുന്നത്, മുസ്ലിം ലീഗിലേക്ക് എത്തുന്നത് കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന സൂചനയും ഈ റിപ്പോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്തു നിന്നോ പൊന്നാനിയിൽ നിന്നോ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഷംസീർ മത്സരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല എങ്കിൽ കൂടിയും ഷംസീർ എന്ന നേതാവ് CPM-നുള്ളിൽ അസ്വസ്ഥനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഹമ്മദ് റിയാസിന് ലഭിക്കുന്ന പ്രാതിനിധ്യം, പ്രാധാന്യം തൻ്റെ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങളും ഷംസീറിന് മുമ്പിലുണ്ട്. മുഹമ്മദ് റിയാസ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായ നേതാവാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ, CPM-ലെ നിലവിലെ അധികാര സമവാക്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പോലും ഷംസീറിന് ഇത്തരമൊരു അവസരം ലഭിക്കുവാൻ ഇടയുമില്ല എന്നതാണ് വസ്തുത. അതുപോലെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാൽ ഷംസീറിന് വിജയസാധ്യതയുള്ള സീറ്റുകളൊന്നും ലഭിക്കുവാൻ ഇടയില്ല എന്നും വിലയിരുത്തലുണ്ട്. കണ്ണൂരടക്കമുള്ള CPM-ൻ്റെ കുത്തക സീറ്റുകളിൽ വലിയ ആധിപത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നിലനിർത്തുവാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അതായത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ട് കണക്കുകൾ വിലയിരുത്തുമ്പോൾ നമുക്കിത് കൃത്യമായും വ്യക്തമാകുന്നതാണ്. ഇവിടെ UDF-ന് തങ്ങളുടെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് നിലനിർത്തുവാൻ സാധിക്കുമ്പോൾ CPM വോട്ടുകളിൽ വലിയൊരു ചോർച്ച BJP-യിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന ഘടകം. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഷംസീറിനെ പോലൊരു നേതാവ് സ്ഥാനാർത്ഥിയായെങ്കിൽ പോലും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ യാതൊരു വിജയസാധ്യതയും ഇല്ല എന്നത് മറ്റാരേക്കാളും നന്നായിട്ട് തിരിച്ചറിയുവാനുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം ഉള്ള നേതാവ് തന്നെയാണ് AN ഷംസീർ. അതുകൊണ്ട് തന്നെ ഷംസീർ എന്ന നേതാവ് ഇത്തരമൊരു തീരുമാനമെടുത്താൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതാണ് വസ്തുത. തൻ്റെ രാഷ്ട്രീയ ഭാവി ഓർത്തുകൊണ്ട് ഷംസീർ ഇത്തരമൊരു പ്രായോഗിക തീരുമാനമെടുത്താൽ അതിന് അദ്ദേഹത്തെ ആരും കുറ്റം പറയുമെന്നും തോന്നുന്നില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് മരണപ്പെട്ടു പോയതോടുകൂടി ഷംസീറിന് വേണ്ടി CPM നേതൃനിരയിൽ വാദമുയർത്തുവാൻ, ശബ്ദമുയർത്തുവാൻ ആരും തന്നെ ഇല്ല എന്നതും വസ്തുതയാണ്. കോടിയേരിയുടെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ ലഭിച്ച സ്പീക്കർ പദവിക്ക് അപ്പുറത്തേക്ക് പാർട്ടി തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നേറുദാഹരണമായി ഷംസീർ നോക്കിക്കാണാൻ പോകുന്നത് 2026 സീറ്റ് നിഷേധമാണ്. ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർക്കൊപ്പമോ EP ജയരാജനൊപ്പമോ ഒരു നിലപാടെടുത്തുകൊണ്ട് പാർട്ടിയിലെ വിമത നീക്കങ്ങളുടെ ഭാഗമാകുവാനുള്ള ആത്മവിശ്വാസവും പ്രസരിപ്പുമൊന്നും ഇല്ലാത്തൊരു നേതാവാണ്. പാർട്ടിയിൽ വളരെയധികം അധ്വാനിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുത്തിട്ടുള്ള നേതാവല്ലാത്തതിനാൽ തന്നെ കോടിയേരിയുടെ തണലിൽ വളർന്ന നേതാവ് എന്ന നിലയിൽ ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ട വീര്യമൊന്നും അദ്ദേഹത്തിൽ ഇനിയും അവശേഷിക്കുന്നില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് ന്യൂസ് ലെറ്റർ എന്ന ഓൺലൈൻ വാർത്താ മാധ്യമത്തിൻ്റെ വാർത്ത പൂർണ്ണമായും തള്ളിക്കളയുവാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതിനാൽ തന്നെ AN ഷംസീർ എന്ന നേതാവ് UDF പാളയത്തിലേക്ക് മുസ്ലിം ലീഗിലൂടെ ചേക്കേറുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ അത്ഭുതമൊന്നുമല്ല എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.